നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വെർബായ ഗെറ്റ് അറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഫ്രേസൽ വെർബ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വെർബ് പ്ലസ് പ്രിപ്പോസിഷൻ ചേർന്ന് വരുന്ന കോമ്പിനേഷനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഗെറ്റ് എന്ന് പറയുന്ന വെർബും അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു കോമ്പിനേഷനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഗെറ്റ് അറ്റ് എന്തൊക്കെ മീനിങ്ങുകളാണ് സെൻറ്റൻസുകളിൽ കൊടുക്കുന്നത് എന്ന്. ഗെറ്റ് അറ്റ് കൊടുക്കുന്ന ഒന്നാമത്തെ മീനിങ് എന്തെന്ന് വെച്ചാൽ ടു ട്രൈ ടു സേ ഓർ എക്സ്പ്ലെയിൻ സംതിങ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുവാൻ ശ്രമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലോ നമ്മൾ ഗെറ്റ് അറ്റ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. വാട്ട് ആർ യു ഗെറ്റിംഗ് അറ്റ്? ആ ഒരു ചോദ്യത്തിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ വാട്ട് ആർ യു ട്രൈങ് ടു സേ എന്നാണ്. അതായത് വാട്ട് ആർ യു ട്രൈങ് ടു സേക്ക് പകരമാണ് നമ്മൾ വാട്ട് ആർ യു ഗെറ്റിംഗ് അറ്റ് എന്ന് ചോദിച്ചത്. അതായത് നിങ്ങൾ എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, വാട്ട് ആർ യു ഗെറ്റിംഗ് അറ്റ് ഹെലൻ? ഹെലൻ നീ എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഹി ട്രൈങ് ടു ഗെറ്റ്? ആ ക്വസ്റ്റ്യൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഹി ട്രൈങ് ടു സേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് വാട്ട് ഈസ് ഹി ട്രൈങ് ടു സേ എന്ന് പറയുന്നതിന് പകരം നമുക്ക് വാട്ട് ഈസ് ഹി ട്രൈങ് ടു ഗെറ്റ് അറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. അവൻ എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ദിസ് ഈസ് വാട്ട് ഐ ആം ഗെറ്റിംഗ് അറ്റ്. ആ സെൻറ്റൻസിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ദിസ് ഈസ് വാട്ട് ഐ ആം ട്രൈങ് ടു സേ എന്ന് പറയുന്നതിന് പകരമാണ് ദിസ് ഈസ് വാട്ട് ഐ ആം ഗെറ്റിംഗ് അറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇതാണ് ഞാൻ അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരാശയമാണ് ദിസ് ഈസ് വാട്ട് ഐ ആം ഗെറ്റിംഗ് അറ്റ് എന്നുള്ള സെൻറ്റൻസിനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ആം നോട്ട് ഷുവർ വാട്ട് യു ആർ ഗെറ്റിംഗ് അറ്റ്. നീ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, യു മീൻ ഐ ഷുഡിൻറ്റ് കം ടുനൈറ്റ്. ഈസ് ദാറ്റ് വാട്ട് യു ആർ ഗെറ്റിംഗ് അറ്റ്? നീ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്ന് രാത്രി വരാൻ പാടില്ല എന്നാണ്. ഈസ് ദാറ്റ് വാട്ട് യു ആർ ഗെറ്റിംഗ് അറ്റ്? അതില്ലേ നീ പറയാൻ ശ്രമിക്കുന്നത്, അതില്ലേ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഗെറ്റിംഗ് അറ്റിൻ്റെ അല്ലെങ്കിൽ ഗെറ്റ് അറ്റിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ട്രൈ ടു സേ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ളൊരു ആശയമാണ് ഗെറ്റ് അറ്റിനുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഗെറ്റ് അറ്റിൻ്റെ രണ്ടാമത്തെ മീനിങ്ങിലോട്ട് കിടക്കാം. ഗെറ്റ് അറ്റിൻ്റെ രണ്ടാമത്തെ മീനിങ് എന്തെന്ന് വെച്ചാൽ ടു ട്രൈ ടു റീച്ച് ഓർ ഫൈറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ സെൻറ്റൻസ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പിടികിട്ടും. ഞാൻ ആദ്യം ഒരു സിറ്റുവേഷൻ പറയാം. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ സെൻറ്റൻസിൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. അതായത് ഒരു പ്ലംബർ എന്ന് വെച്ചാൽ പൈപ്പൊക്കെ ശരിയാക്കുന്ന ആളെയാണ് നമ്മൾ പ്ലംബർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഒരു ബാത്ത് ടപ്പ് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ബാത്ത് ടപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന ബാത്ത് ടപ്പില്ലേ, അപ്പം അത് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വീട്ടിലെ ബാത്ത് ടപ്പ് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ബാത്ത് ടപ്പ് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ പ്ലംബിംഗ് യൂണിറ്റൊക്കെ, ബാത്ത് ടപ്പിൻ്റെ പ്ലംബിംഗ് യൂണിറ്റൊക്കെ ഒരു ആക്സസ് പാനലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ആളോട് പറയുന്നൊരു സെൻറ്റൻസാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ഓർഡർ ടു ഗെറ്റ് അറ്റ് ദ പ്ലംബിംഗ് ഫോർ ദിസ് ബാത്ത് ടപ്പ്, ഈ ബാത്ത് ടപ്പിൻ്റെ പ്ലംബിംഗ് യൂണിറ്റിൽ എത്തണമെങ്കിൽ ഐ ഹാവ് ടു ഗോ ത്രൂ ആക്സസ് പാനൽ. എനിക്ക് ആക്സസ് പാനൽ തുറക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ബാത്ത് ടപ്പിൻ്റെ പ്ലംബിംഗ് യൂണിറ്റിൽ എത്തണമെങ്കിൽ എന്നൊരാശയം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഗെറ്റ് അറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻ ഓർഡർ ടു ഗെറ്റ് അറ്റ് പ്ലംബിംഗ് ഫോർ ദിസ് ബാത്ത് ടപ്പ്, ഈ ബാത്ത് ടപ്പിൻ്റെ പ്ലംബിംഗ് യൂണിറ്റിൽ എത്തണമെങ്കിൽ, അതായത് ടു റീച്ച് എന്നൊരാശയമാണ് അവിടെ ഗെറ്റ് അറ്റ് കൊടുത്തിരിക്കുന്നത്. ഐ ഹാവ് ടു ഗോ ത്രൂ ദ ആക്സസ് പാനൽ, എനിക്ക് ആക്സസ് പാനൽ തുറക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ആ സെൻറ്റൻസ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഗെറ്റ് അറ്റ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വി ഹാഡ് ടു മൂവ് ദ വാഷിംഗ് മെഷീൻ ഔട്ട് ടു ഗെറ്റ് അറ്റ് ദ വയറിംഗ് ബിഹൈൻഡ് ഇറ്റ്. അതായത് വാഷിംഗ് മെഷീനിൻ്റെ പിന്നിലുള്ള വയറിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ പുറത്തോട്ട് മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ അത് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് എന്നൊരാശയം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഗെറ്റ് അറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ദ കെമിക്കൽസ് ഓൺ ദിസ് ഷെൽഫ്സ് ആർ ഹാർഡ് ടു ഗെറ്റ്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഷെൽഫിൽ കെമിക്കൽസ് നോക്കി പറയുന്ന ഒരു സെൻറ്റൻസാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കെമിക്കൽസൊക്കെ, അതായത് ക്ലീനിങ് സാധനങ്ങളൊക്കെ അദ്ദേഹം ഷെൽഫിൻ്റെ ഏറ്റവും ഹൈറ്റിലുള്ള പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ കെമിക്കൽസ് നോക്കി പറയുകയാണ്, ദ കെമിക്കൽസ് ഓൺ ദിസ് ഷെൽഫ് ആർ ഹാർഡ് ടു ഗെറ്റ്. ഈ ഷെൽഫിലുള്ള കെമിക്കൽസ് എടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ എടുക്കുവാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യുവാൻ എന്നൊരു ആശയമാണ് അവിടെ ഗെറ്റ് അറ്റ് കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ദ കെമിക്കൽസ് ഓൺ ദിസ് ഷെൽഫ് ആർ ഹാർഡ് ടു ഗെറ്റ്. ഈ ഷെൽഫിലുള്ള കെമിക്കൽസ് എടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്,
ദ കബോർഡ് ഈസ് ടു ഹൈ ഫോർ മീ ടു ഗെറ്റ് അറ്റ്. അതായത് ഈ കബോർഡ് എന്ന് വെച്ചാൽ ഷെൽഫ് പോലെ തന്നെ അലമാര തന്നെയാണ്. കബോർഡ് എല്ലാവരും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു കബോർഡ് നോക്കി പറയുകയാണ് ദ കബോർഡ് ഈസ് ടു ഹൈ ഫോർ മീ ടു ഗെറ്റ് അറ്റ്. അതായത് ഈ കബോർഡ് എനിക്ക് എത്താവുന്നതിലും ഉയരത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പം എനിക്ക് എത്താവുന്നതിലും റീച്ച് ചെയ്യാവുന്നതിലും എന്നൊരാശയമാണ് അവിടെ ഗെറ്റ് അറ്റ് കൊടുത്തിരിക്കുന്നത്. ഗെറ്റ് അറ്റിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിക്ക് എത്താവുന്നതിലും അധികം ഉയരത്തിലാണ് ആ കബോർഡ് ഇരിക്കുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ ഫയൽസ് ആർ ലോക്ക്ഡ് അപ്പ് ആൻഡ് ഐ കാൺ ഗെറ്റ് ദം. ഫയൽസ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതെനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇവിടെ ആക്സസ് ചെയ്യുക എന്നൊരാശയമാണ് ഗെറ്റ് അറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ഓഫീസ് സെൻറ്റൻസാണ്, ഓഫീസ് സ്റ്റാഫാണ്, അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നതാണ് ദ ഫയൽസ് ആർ ലോക്ക്ഡ് അപ്പ്, ഫയൽസ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഐ കാൺ ഗെറ്റ് അറ്റ് ദം, എനിക്കത് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് ഐ കാൺ ഗെറ്റ് അറ്റ് ദ ഫയൽ ബിക്കോസ് ദേ ആർ ലോക്ക്ഡ് അപ്പ്. ഞാൻ മുമ്പേ പറഞ്ഞ സെയിം സെൻറ്റൻസ് തന്നെയാണ്, ഒന്ന് തിരിച്ചെഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഐ കാൺ ഗെറ്റ് അറ്റ് ദ ഫയൽ ബിക്കോസ് ദേ ആർ ലോക്ക്ഡ് അപ്പ്. അതായത് ഫയൽസ് ഒന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല ബിക്കോസ് ദേ ആർ ലോക്ക്ഡ് അപ്പ്, കാരണം അതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇവിടെ ഗെറ്റ് അറ്റ് കൊടുത്തിരിക്കുന്ന ആശയം ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നൊരാശയമാണ് ഗെറ്റ് അറ്റ് കൊടുത്തിരിക്കുന്നത്. ഐ കാൺ ഗെറ്റ് അറ്റ് ദ ഫയൽ ബിക്കോസ് ദേ ആർ ലോക്ക്ഡ് അപ്പ്, എനിക്ക് ഫയൽസ് ഒന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ല കാരണം അവയെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെയിം സെൻറ്റൻസ് തന്നെയാണ്. ദ റിപ്പോർട്ട് ഈസ് ലോക്ക്ഡ് ഇൻ ദ ക്യാബിനറ്റ്. റിപ്പോർട്ട് ക്യാബിനറ്റിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഐ കാൺ ഗെറ്റ് അറ്റ് ദം, എനിക്കത് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇറ്റ് ടുക്ക് സം ടൈംസ് ബട്ട് വി ഫൈനലി ഗോട്ട് അറ്റ് ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം. അത് കുറച്ച് സമയമെടുത്തു, പക്ഷേ വി ഫൈനലി ഗോട്ട് അറ്റ് ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം, പക്ഷേ ഞങ്ങൾ അവസാനം പ്രോബ്ലത്തിൻ്റെ റൂട്ടിലെത്തി, അതിൻ്റെ യഥാർത്ഥ റീസൺ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടിലെത്തി, അതിൻ്റെ യഥാർത്ഥ റീസണിലെത്തി എന്ന് ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗെറ്റ് അറ്റ് അല്ലെങ്കിൽ ഗോട്ട് അറ്റ് ചേർത്ത് വെച്ച് അവിടെ സംസാരിച്ചിരിക്കുന്നത്. പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഗോട്ട് അറ്റ് ചേർത്തിരിക്കുന്നത്. ഇനി ഗെറ്റ് അറ്റ് നമ്മൾ ട്രൂത്തിൻ്റെ കൂടെ നമ്മൾ ഗെറ്റ് അറ്റ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ട്രൂത്ത് എന്ന് വെച്ചാൽ സത്യം എന്നുള്ള വേർഡിൻ്റെ കൂടെ നമ്മൾ ഗെറ്റ് അറ്റ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾസ് തന്നെ നോക്കാം. എ ലോയർ വാണ്ട്സ് ടു ഗെറ്റ് അറ്റ് ദ ഫാക്ട്. ഒരു ലോയറിന്, അതായത് ലോയർ എന്ന് വെച്ചാൽ ഒരു വക്കീൽ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. എ ലോയർ വാണ്ട്സ് ടു ഗെറ്റ് അറ്റ് ദ ഫാക്ട്. ഒരു ലോയർ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ, ഫാക്റ്റുകൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ ട്രൂത്ത് ഈസ് സംടൈംസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അറ്റ്. ചില സമയത്ത് സത്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ട്രൈ ടു ഗെറ്റ് അറ്റ് ദ ട്രൂത്ത് ബൈ ആസ്കിങ് ഹിം സെവറൽ ടൈം. അതായത് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് അറ്റ് ട്രൂത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളിലൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ആ സെൻറ്റൻസിൽ നിന്ന് എന്താണ് അതിൻ്റെ ആശയം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഇനി ഗെറ്റ് അറ്റ് പിന്നീട് ക്രിട്ടിസൈസ് ചെയ്യുക എന്നൊരു മീനിങ്ങിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അതായത് നമ്മളൊരാളെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തത്തില്ലേ, അപ്പം നിരന്തരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് അറ്റ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 എക്സാമ്പിൾസ് നോക്കാം. വൈ ഈസ് ഹി ആൾവേസ് ഗെറ്റിംഗ് അറ്റ് മീ. അവൻ എന്താണ് എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതായത് അദ്ദേഹത്തെ ഒരാൾ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് വൈ ഈസ് ഹി ആൾവേസ് ഗെറ്റിംഗ് അറ്റ് മീ. അവൻ എപ്പോഴും എന്തുകൊണ്ടാണ് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വളരെ മോശമായിട്ട് നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗെറ്റ് അറ്റ് വെച്ച് സാധാരണ നമ്മൾ സംസാരിക്കാറുള്ളത്. അതാണ് അതിൻ്റെ മീനിങ്. വൈ ഈസ് ഹി ആൾവേസ് ഗെറ്റിംഗ് അറ്റ് മീ. അവൻ എന്താണ് എന്നെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഹി ആൾവേസ് ഗെറ്റിംഗ് അറ്റ് മീ. അവൻ എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഹീ കീപ്സ് ഗെറ്റിംഗ് അറ്റ് മീ ആൻഡ് ഐ റിയലി ഡോണ്ട് നോ വാട്ട് ഐ ഹാവ് ഡൺ റോങ്. അതായത് അവൻ എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ഐ ഹാവ് ഡൺ റോങ്. അതായത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവൻ എന്നെ സ്ഥിരമായിട്ട് എപ്പോഴും നിരന്തരമായി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഗെറ്റ് ആയിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക എന്നൊരു ആശയത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ സെൻറ്റൻസൊക്കെ ഒന്ന് വായിച്ച് വെച്ചിരിക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ആ സംഭാഷണത്തിൻ്റെ ശൈലി കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ ഗെറ്റ് അറ്റിൻ്റെ ഇത്രയും ആശയങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.